ഇത് ഫോട്ടോ ഡയോഡ്, ഫയർ അലാറം സർക്യൂട്ട്, സ്മോക്ക് ഡിറ്റക്ടറുകൾ, മോഷൻ സെൻസറുകൾ, വിവിധ ഇൻഫ്രാറെഡ് സെൻസറുകൾ എന്നിങ്ങനെ നിരവധി സർക്യൂട്ടുകളിൽ ഫോട്ടോ ഡയോഡ് ഉപയോഗിക്കുന്നു. ഒരു ഫോട്ടോ ഡയോഡിന് ആനോഡ്, കാഥോഡ് എന്നിങ്ങനെ 2 പിന്നുകൾ ഉണ്ടായിരിക്കും. നീളം കൂടിയ പിന്നാണ് ആനോഡ്. ഉപരിതലത്തിൽ പതിക്കുന്ന പ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റാനുള്ള കഴിവ് ഇത്തരം ഡയോഡുകൾക്കുണ്ട്. സാധാരണ ഡയോഡുകൾ റിവേഴ്സ് ബയാസിൽ കണ്ടക്ട് ചെയ്യാറില്ല. എന്നാൽ ഫോട്ടോ ഡയോഡിൽ പ്രകാശം പതിക്കുമ്പോൾ ഇത് റിവേഴ്സ് ബയാസിൽ കണ്ടക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മിക്കവാറും സർക്യൂട്ടുകളിൽ ഫോട്ടോ ഡയോഡ് റിവേഴ്സ് ബയാസിലാണ് കണക്ട് ചെയ്യാറുള്ളത്. ഇങ്ങനെ ഇതൊരു ലൈറ്റ് സെൻസർ സ്വിച്ചായും പ്രവർത്തിക്കുന്നു. ഇത് ഇൻഫ്രാറെഡ് LED ആണ്. ഫോർവേഡ് ബയാസിൽ സപ്ലൈ ലഭിക്കുമ്പോൾ ഇൻഫ്രാറെഡ് പ്രകാശം പുറപ്പെടുവിക്കാൻ കഴിവുള്ള ഒരുതരം ഡയോഡാണ് ഇത്. ഒരു ഇൻഫ്രാറെഡ് LEDക്ക് ആനോഡ്, കാഥോഡ് എന്നിങ്ങനെ 2 പിന്നുകൾ ഉണ്ടായിരിക്കും. നീളം കൂടിയ പിന്നാണ് ആനോഡ്. ആനോഡിൽ പോസിറ്റീവും കാഥോഡിൽ നെഗറ്റീവും ലഭിക്കുമ്പോൾ മാത്രമേ ഇതിൽ നിന്നും ഇൻഫ്രാറെഡ് പ്രകാശം പുറപ്പെടുകയുള്ളൂ. CC ക്യാമറകൾ, മോഷൻ സെൻസറുകൾ, റിമോട്ട് കൺട്രോളുകൾ ഇങ്ങനെയുള്ള നിരവധി സർക്യൂട്ടുകളിൽ ഇൻഫ്രാറെഡ് LED ഉപയോഗിക്കുന്നു. ഫോട്ടോ ഡയോഡിന്റെയും ഇൻഫ്രാറെഡ് LEDയുടെയും പ്രവർത്തനം ചെറിയൊരു പരീക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ പരീക്ഷണം നടത്തുന്നതിന് വേണ്ടി ഒരു റെഡ് LEDയും ഒരു ഫോട്ടോ ഡയോഡും സീരീസായി 9 വോൾട്ട് ബാറ്ററിയിൽ കണക്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. റെഡ് LEDയുടെ കാഥോഡ് അഥവാ നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് നേരിട്ട് സോൾഡർ ചെയ്തു വെച്ചിരിക്കുന്നു. എന്നാൽ ആനോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ഫോട്ടോ ഡയോഡിന്റെ ഒരു പിന്നിലേക്കാണ്. ഫോട്ടോ ഡയോഡിന്റെ രണ്ടാമത്തെ പിന്ന് ബാറ്ററിയുടെ പോസിറ്റീവിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ ഡയോഡ് വഴി ബാറ്ററിയിൽ നിന്നും പോസിറ്റീവ് സപ്ലൈ ലഭിക്കുമ്പോൾ മാത്രമേ ഈ റെഡ് LED പ്രകാശിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ ഡയോഡ് കണക്ട് ചെയ്തു വെച്ചിരിക്കുന്നത് റിവേഴ്സ് ബയാസിലാണ്. അതായത് ഡയോഡിന്റെ കാഥോഡാണ് ബാറ്ററിയുടെ പോസിറ്റീവിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ അവസ്ഥയിൽ ഫോട്ടോ ഡയോഡ് കണ്ടക്ട് ചെയ്യുകയില്ല. എന്നാൽ ഇതിലേക്ക് ഇൻഫ്രാറെഡ് പതിക്കുന്ന സമയത്ത് ഡയോഡ് കണ്ടക്ട് ചെയ്യുകയും റെഡ് LEDയിലേക്ക് പോസിറ്റീവ് സപ്ലൈ എത്തി LED പ്രകാശിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു 9 വോൾട്ട് ബാറ്ററിയിൽ ഞാനൊരു ഇൻഫ്രാറെഡ് LED കണക്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇൻഫ്രാറെഡ് LEDയിലേക്കുള്ള വോൾട്ടേജ് കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു 330 ഓം റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇൻഫ്രാറെഡ് LED പ്രകാശിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ നേത്രങ്ങൾ കൊണ്ടത് കാണാൻ സാധിക്കുകയില്ല. ഇനി നമുക്ക് ഫോട്ടോ ഡയോഡിനെയും ഇൻഫ്രാറെഡ് LEDയെയും ഒന്ന് അഭിമുഖമായി വെച്ച് നോക്കാം. ഈ സമയത്ത് ഫോട്ടോ ഡയോഡിലേക്ക് ഇൻഫ്രാറെഡ് പതിക്കുന്നതിനാൽ ഡയോഡ് കണ്ടക്ട് ചെയ്യുകയും LEDയിലേക്ക് പോസിറ്റീവ് സപ്ലൈ എത്തി LED പ്രകാശിക്കുന്നത് നമുക്ക് കാണാം. ഇൻഫ്രാറെഡിനെ നമുക്കൊന്ന് മറച്ചു നോക്കാം. ഇൻഫ്രാറെഡ് പതിക്കാത്തപ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യാതിരിക്കുകയും LED ഓഫ് ആയി പോവുകയും ചെയ്യുന്നു. ഫയറിനെ സെൻസ് ചെയ്യാനുള്ള കഴിവും ഫോട്ടോ ഡയോഡിനുണ്ട്. ഇവിടെ ഫയർ ഉണ്ടാകുമ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്ത് LED പ്രകാശിക്കുന്നതായി കാണാം. ഫോട്ടോ ഡയോഡിന്റെയും ഇൻഫ്രാറെഡ് LEDയുടെയും പ്രവർത്തനം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകൾ വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനലിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.